നമസ്കാരം. നിങ്ങൾക്കറിയാമോ, ആശുപത്രികൾക്ക് അവരുടേതായ ഒരു രഹസ്യ ഭാഷയുണ്ട്, പ്രത്യേകിച്ച് അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ. അപ്പോ ഇന്ന് നമ്മൾ ആ കോഡുകളുടെ ലോകത്തേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നിങ്ങള് എപ്പോഴെങ്കിലും ഒരു ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടുണ്ടോ? കോഡ് ബ്ലൂ, റൂം 304 എന്നൊക്കെ. കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണിതെന്ന്, അല്ലേ? വെറുമൊരു നിറവും പേരുമാണെന്ന് തോന്നുമെങ്കിലും ആ വാക്കുകൾക്ക് പിന്നിൽ ജീവൻ രക്ഷിക്കാനുള്ള നിർണായകമായ ചില അർത്ഥങ്ങളുണ്ട്. അപ്പോ ആ രഹസ്യ ഭാഷയുടെ ഒരു റോസറ്റ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ഈ കാണുന്ന ചാർട്ട്. ഒറ്റ നോട്ടത്തില് ഇതൊരു സാധാരണ പോസ്റ്റർ പോലെ തോന്നാം. പക്ഷേ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഏറ്റവും ടെൻഷൻ പിടിച്ച നിമിഷങ്ങളിൽ ഒരു ആശയക്കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഗൈഡാണിത്. വാ, നമുക്കിതെന്താണെന്ന് ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ശരി, ഓരോ കോഡുകളും എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കുന്നതിന് മുൻപ് നമുക്ക് ഈ സിസ്റ്റം മൊത്തത്തിൽ എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ടും എന്നാൽ ഇത്ര എഫക്റ്റീവായിട്ടും വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ, ആദ്യ രണ്ട് ഭാഗങ്ങളെ ഈ സിസ്റ്റത്തിനുള്ളൂ. ഒന്ന്, ആ നിറം. അത് എന്താണ് പ്രശ്നം, അതായത് എന്ത് തരം എമർജൻസിയാണ് നടക്കുന്നതെന്ന് കൃത്യമായി പറയും. രണ്ട്, ആ നമ്പർ. അത് ആ എമർജൻസിക്ക് വേണ്ടിയുള്ള റെസ്പോൺസ് ടീമിനെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് ഒരൊറ്റ നമ്പറിൽ വിളിച്ച് ഒരു കോഡ് പറഞ്ഞാൽ മതി, വേണ്ട സഹായം അങ്ങോട്ടെത്തും. എന്ത് സിമ്പിളും പവർഫുള്ളുമായ ഐഡിയ ആണല്ലേ? ഇതിലെ ഏറ്റവും ജീനിയസായ ഭാഗം ഏതാണെന്നറിയാമോ? ഏത് പ്രതിസന്ധി വന്നാലും, തീപിടുത്തമാവട്ടെ, ഹാർട്ട് അറ്റാക്ക് ആവട്ടെ, എന്തുമാവട്ടെ, വിളിക്കാൻ ഒരൊറ്റ നമ്പറേ ഉള്ളൂ, ഡയൽ 555. ഒന്നാലോചിച്ചു നോക്കൂ, ഓരോ സെക്കൻഡിനും ജീവന്റെ വിലയുള്ള ആ സമയത്ത് ഏത് നമ്പറിലാ വിളിക്കേണ്ടതെന്നോർത്ത് ഒരു കൺഫ്യൂഷനും വേണ്ട. ബ്രില്യന്റ് അല്ലേ? ശരി, അപ്പോൾ ഇനി നമുക്ക് ഈ നിറങ്ങളുടെ ലോകത്തേക്ക് കടക്കാം. ഓരോ കോഡും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് എത്ര തരം ഭീഷണികളെയാണ് നേരിടേണ്ടി വരുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ സിനിമകളിലും TV സീരീസുകളിലുമൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കോഡായിരിക്കും ഇത്, കോഡ് ബ്ലൂ. സംഗതി വളരെ സീരിയസ് ആണ്. ഏറ്റവും ഗൗരവമേറിയ ഒരു സാഹചര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്താണ് കോഡ് ബ്ലൂ? സിമ്പിളായി പറഞ്ഞാൽ ഹൃദയസ്തംഭനം. അതായത് ഒരാളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്നു. ഈ ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്ന നിമിഷം ഒരു സ്പെഷ്യൽ മെഡിക്കൽ ടീം, അവരെ ക്രാഷ് ടീം എന്നൊക്കെയാണ് വിളിക്കുക, അവരാ റൂമിലേക്ക് പാഞ്ഞെത്തും. കാരണം ഓരോ നിമിഷത്തിനും അവിടെ ജീവന്റെ വിലയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസിയിൽ നിന്ന് നമുക്ക് നേരെ ഒരു സെക്യൂരിറ്റി എമർജൻസിയിലേക്ക് പോകാം. കോഡ് പിങ്ക്. ഇത് കാണിക്കുമ്പോഴാണ് ഈ സിസ്റ്റം എത്രമാത്രം കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. കോഡ് പിങ്ക് എന്ന് കേട്ടാൽ അതിന്റെ അർത്ഥം ഒരു കുട്ടിയോ കുഞ്ഞിനെയോ ആശുപത്രിയിൽ നിന്ന് കാണാതായിരിക്കുന്നു എന്നാണ്. ഇത് പ്രഖ്യാപിക്കുന്ന നിമിഷം ആ ഹോസ്പിറ്റൽ ഒരു കോട്ട പോലെയാവും. എല്ലാ വാതിലുകളും അടയും, സെക്യൂരിറ്റി അലേർട്ടാവും, എല്ലായിടത്തും തിരച്ചിൽ തുടങ്ങും. അത്രയും സീരിയസ് ആയ ഒരു സുരക്ഷാ പ്രശ്നമാണിത്. തീർച്ചയായും പ്രശ്നങ്ങൾ ഇതുകൊണ്ട് തീരുന്നില്ല. പലതരം ഭീഷണികൾ വരാമല്ലോ. ഉദാഹരണത്തിന്, കോഡ് റെഡ് ആണെങ്കിൽ അത് തീപിടുത്തമാണ്. കോഡ് വയലറ്റ് ആണെങ്കിലോ ഏതെങ്കിലും രോഗിയോ കൂട്ടിരിപ്പുകാരനോ അക്രമാസക്തനാവുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ഇനി കോഡ് ബ്ലാക്ക് എന്ന് കേട്ടാൽ അതൊരു ബോംബ് ഭീഷണിയാണ്. പുറത്ത് വലിയൊരു അപകടം നടന്ന് ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ടുവരേണ്ടി വന്നാൽ കോഡ് യെല്ലോ പ്രഖ്യാപിക്കും. ഇനി ഏതെങ്കിലും അപകടകരമായ കെമിക്കൽ ലീക്കായാൽ അതിനും ഒരു കോഡുണ്ട്, കോഡ് ഓറഞ്ച്. കണ്ടില്ലേ, ഒട്ടുമിക്ക എല്ലാ സാഹചര്യങ്ങളെയും ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോ ഇത്രയും സങ്കീർണമായ പലതരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പവർ എന്താണെന്നറിയാമോ? അതിന്റെ ലാളിത്യം, സിംപ്ലിസിറ്റി. എന്തുകൊണ്ടാണിത് ജീവൻ രക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത്രയധികം ഭയപ്പെടുത്തുന്ന കോഡുകൾ നമ്മൾ കണ്ടു, അല്ലേ? ഇതിനിടയിൽ ഒരു ആശുപത്രിയിലുള്ള എല്ലാവരും, രോഗികളായാലും സ്റ്റാഫായാലും, ഒരുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കോഡുണ്ട്. അതാണ് കോഡ് ഗ്രീൻ. കോഡ് ഗ്രീന്റെ അർത്ഥം ഇത്രയുള്ളൂ, ഓൾ ക്ലിയർ. അതായത് പ്രശ്നം കഴിഞ്ഞു, എല്ലാം സുരക്ഷിതമാണ്. ഏത് എമർജൻസിയാണോ നടന്നത് അത് പരിഹരിക്കപ്പെട്ടു, കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് തിരികെ വന്നു എന്നതിന്റെ സൂചനയാണത്. ആശ്വാസത്തിന്റെ ഒരു കോഡാണിത്. അപ്പൊ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു പ്രതിസന്ധിയുടെ നടുവില് ആകെ കൺഫ്യൂഷനായിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ലാളിത്യമാണ്, സിംപ്ലിസിറ്റിയാണ് സുരക്ഷ. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന, സംശയങ്ങൾക്കൊന്നും ഇടയില്ലാത്ത വ്യക്തമായ നിർദ്ദേശങ്ങൾ. അതാണ് ജീവൻ രക്ഷിക്കുന്നത്.
നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. ആശുപത്രികളിൽ ഇത്രയും വിജയകരമായി പ്രവർത്തിക്കുന്ന ഇത്രയും ലളിതമായ ഒരു സിസ്റ്റം നമ്മുടെ സ്കൂളുകളിലോ വലിയ ഓഫീസുകളിലോ അല്ലെങ്കിൽ മറ്റു പൊതുസ്ഥലങ്ങളിലോ ഉപയോഗിച്ചാൽ അതെത്രത്തോളം ഉപകാരപ്പെട്ടേക്കാം? ഒരു പ്രതിസന്ധി വരുമ്പോൾ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അതിന് സാധിക്കില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കാവുന്ന കാര്യമാണല്ലേ?